വെൽക്കം ടു അവർ ബർത്ത്ഡേ വ്ലോഗ്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ മനുവിൻ്റെ ബർത്ത്ഡേ ആണ്. അതായത് ഫെബ്രുവരി 17 എൻ്റെ ബർത്ത്ഡേയും 19 അനുവിൻ്റെ ബർത്ത്ഡേ ആണ്. എല്ലാ വർഷവും നമ്മൾ ഗിഫ്റ്റ് ആണ് കൊടുക്കാറ്. അപ്പോൾ ഈ വർഷം ഞങ്ങൾ വിചാരിച്ചു ഒരു ട്രിപ്പ് പോകാമെന്ന്. അപ്പം പുതിയൊരു കൺട്രിയിൽ, അതായത് ഇതുവരെ എക്സ്പ്ലോർ ചെയ്യാത്തൊരു കൺട്രിയിൽ പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ നോർത്ത് ആഫ്രിക്കയിലെ മൊറോക്കോ എന്ന് പറഞ്ഞിട്ടുള്ള കൺട്രിയിലാണ് വന്നേക്കുന്നത്. ആൻഡ് ഇവിടെ ഇന്ത്യ പോലെ തന്നെ, ഇന്ത്യയുടെ അത്ര വലുതൊന്നുമല്ല, പക്ഷെ ഇന്ത്യ പോലെ തന്നെ അവർക്ക് ഡെസേർട്ട് സൈഡ് ഉണ്ട്, ബീച്ച് സൈഡ് ഉണ്ട്, പിന്നെ സിറ്റി സൈഡ് ഉണ്ട്. അപ്പം ലൈക്ക് മുംബൈ പോലത്തെ സൈഡ് ഉണ്ട്. അപ്പം നമ്മൾ വന്നേക്കുന്നത് മറാക്കേഷ് എന്ന് പറഞ്ഞിട്ടുള്ള സിറ്റിയിലാണ്. നമ്മളുടെ 7 days ട്രിപ്പാണ്. 7 days നമുക്ക് ട്രാവലിംഗ് ഒക്കെ മാറ്റിക്കഴിഞ്ഞാൽ 5 full days ഉണ്ട് ട്രിപ്പ്. അപ്പോൾ എന്തായാലും നമുക്ക് ഫുൾ ഡീറ്റെയിൽസ് കാണാം. ഇന്ന് നമ്മൾ മറാക്കേഷാണ് എക്സ്പ്ലോർ ചെയ്യുന്നത്. മറാക്കേഷിൽ നമ്മളിപ്പോൾ സ്റ്റേ ചെയ്യുന്ന ഒരു റിയാദിലാണ്. അപ്പോൾ എന്തായാലും ഫുൾ ഡീറ്റെയിൽസ് കാണാം. ഫസ്റ്റ് തന്നെ നമുക്ക് പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. അപ്പോൾ നമ്മളിതാ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകാട്ടോ. എന്തൊക്കെയാണ് യൂസ് ചെയ്യുന്നത്? This is Moroccan pancake. Okay. And this is Moroccan bread. Okay. And then orange juice, apple, pear, and banana. Okay. Mix. And this is strawberry jam. This is something else, I don't know. This is cake. This is butter. And it's the same. Okay. യൂഷ്വലി എവിടെ പോയാലും അതിന് പൂച്ചേനെ കണ്ടുപിടിക്കണോ, അല്ലെ ഇവിടെയും പൂച്ചേനെ കണ്ടുപിടിച്ചിട്ടുണ്ട് കേട്ടാ. അതാണ് ഈ ഭയങ്കര അനുസരണമുള്ള പാവം പൂച്ച. പക്ഷെ അങ്ങ് എന്ത് കൊടുത്തിട്ട് അത് കഴിക്കണില്ല. കുറേ നാളായിട്ട് ഒരു 3-4 മാസമായിട്ട് ഫുൾ വിഞ്ചറിന് തണുപ്പായതുകൊണ്ട് ഞാൻ ഫുള്ളി വെയിലത്ത് ഇങ്ങനെ നിൽക്കണം, വെയിലൊന്ന് ആസ്വദിക്കാൻ വേണ്ടിയിട്ട്. എനിക്ക് ഒന്നാമത് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഉണ്ട് കേട്ടോ. അപ്പം എന്തായാലും എനിക്ക് വെയിലത്ത് നിൽക്കണം. നമ്മുടെ ഇന്നത്തെ പ്ലാൻ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ റിയാദ് ഫുള്ള് നമ്മൾ കാണിച്ചു തരാം, ഒരു ടൂർ പോലെ അടിപൊളിയായിട്ട്. ഇവിടെ മൊറോക്കോയിൽ വരുമ്പോൾ മസ്റ്റ് ട്രയൽ കണ്ടാണ് സ്റ്റേ ഇൻ റിയാദ്. അത് ആക്ച്വലി വേർത്തിട്ടാണ്, കാരണം നമുക്ക് ഈ ഒരു എക്സ്പീരിയൻസ് വേറെ എവിടെയും കിട്ടില്ല. ഇത് പണ്ട് കാലത്തെ വീടുകളോ അങ്ങനെ എന്ത് സെറ്റപ്പാണ്, പക്ഷെ എല്ലാത്തിൻ്റെ നടുക്കൊരു സ്വിമ്മിംഗ് പൂളിൻ്റെ ചെറിയൊരു വേർഷൻ ഉണ്ട്. അതിന് ചുറ്റുമായിട്ടാണ് റൂംസ് വരുന്നത്. അത് തന്നെയെന്ന് തോന്നുന്നു എല്ലാം റിയാദിലും. ഹമാം എന്നാണ് ഇവർ പറയണത്. അപ്പോൾ നമ്മൾ ഈ റിയാദിൽ 2 nights അത് കഴിഞ്ഞ് നെക്സ്റ്റ് നമ്മൾ ഒരു 3-4 റിയാദിൽ സ്റ്റേ ചെയ്യുന്നുണ്ട്. മൊത്തം ഞങ്ങളുടെ 1 week ട്രിപ്പാണ്. അപ്പം അതിൽ 3-4 റിയാദിൽ നമ്മൾ സ്റ്റേ ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാം കാണിച്ചാൽ അപ്പോൾ എല്ലാ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് അറിയാൻ പറ്റുമല്ലേ? ഏകദേശം എല്ലാം സിമിലർ ആണ്, പക്ഷെ ചില വ്യത്യാസങ്ങളൊക്കെ ചെറിയ ചെറിയ സൈസ്, പൂളിന്റെ സൈസ്, വീടിന്റെ കൺസ്ട്രക്ഷൻ, അങ്ങനെയൊക്കെ ചെറിയ വ്യത്യാസം. ഞങ്ങൾ ഇന്നലെ രാത്രി എത്തിയ ഉടനെ ഞങ്ങൾ ഇവിടുത്തെ സ്ട്രീറ്റ് ഫുഡ് കഴിക്കാൻ വേണ്ടി പോയായിരുന്നു. അടിപൊളിയായിട്ട്. അതിന് പേരുന്ന കൊഫ്ത കഴിക്കാൻ പോയി. ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഇവിടുത്തെ ആളുകൾക്ക് അധികം ഇംഗ്ലീഷ് അറിയില്ല. ബട്ട് അവർക്ക് നമുക്കിങ്ങനെ പറക്കി സംസാരിച്ചാൽ മനസ്സിലാവും. പക്ഷെ അവർക്ക് മിക്കവരും അറബിക്കാണ്. അറബിക്ക് തന്നെ ഒരു ചെറിയ വ്യത്യാസമുള്ള അറബിയായിട്ടാണ് ഇവർ സംസാരിക്കുന്നത് കേട്ടോ. അപ്പം നമ്മൾ കൊഫ്ത കഴിക്കാൻ വേണ്ടി പോയി. പിന്നെ നമ്മളൊരു ഷവർമ കഴിച്ചു. അതൊക്കെ ഷോർട്സിൽ ഇട്ടിട്ടുണ്ട് വന്നിട്ടുള്ള ഡേയിൽ. കാരണം അത്ര രാത്രി ആയതുകൊണ്ട് അത്ര വലുതായിട്ട് വ്ളോഗിൽ എടുക്കാനായിട്ടില്ലല്ലോ വിചാരിച്ചിട്ട് ഞാൻ പിന്നെ ഷൂട്ട് ചെയ്തില്ല. അപ്പോൾ എന്തായാലും നമുക്ക് ഇതേ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു കഴിഞ്ഞു. ഇനി ഞങ്ങൾക്ക് റെഡി ആവണം. ഇന്നെൻ്റെ ബർത്ത്ഡേ ആണെന്ന് പറഞ്ഞില്ലേ, അപ്പോൾ ഇന്നെൻ്റെ ബർത്ത്ഡേ ഡ്രസ്സ് ഇടുന്ന എനിക്ക് റെഡി ആവണം, ഗെറ്റ് റെഡി വിത്ത് മീ എടുക്കണം. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് റിയാദിൻ്റെ ടൂർ കാണിച്ചു കൊടുക്കാം. ഒരു ടെറസിൻ്റെ ഏറ്റവും മേളിൽ കയറി നിൽക്കാട്ടാ. ഭയങ്കര സൈലൻ്റ് ആട്ടോ ഇവിടെ. അങ്ങനെ ഒച്ചപ്പാടും ബഹളമൊന്നുമില്ല, പക്ഷെ കിളികളുടെ ശബ്ദമൊക്കെ ഉണ്ട്. ഇതാണ് ടെറസ് ഇനി അങ്ങോട്ടേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് കിടക്കുന്നുണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ റിയാദ്. പിന്നെ വീണ്ടും ഉണ്ട് അങ്ങോട്ട്, പക്ഷെ ഫുള്ള് ചെടികളൊക്കെ ആയിട്ട് നല്ല രസമുണ്ട് കാണാൻ. അപ്പം ഞാൻ നിങ്ങൾക്ക് ഞങ്ങളുടെ റൂം ടൂർ കാണിച്ചു തരാൻ പോകട്ടോ. നല്ല രസമുണ്ട്. ഓരോ സ്ഥലത്ത് ഇങ്ങനെ ഒരു മിററും കോർണറൊക്കെ അവർ വെച്ചിട്ടുണ്ട്. ഇതാണ് കോർട്ട്യാർഡ് വരുന്നത്. ആൻഡ് ഇവിടെ നിന്നാണ് നമ്മളുടെ റൂമിൻ്റെ എൻട്രി വരാം. ഇവിടെ നമുക്ക് ഡ്രസ്സൊക്കെ വെക്കാനുള്ളൊരു വാർഡ്രോബ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇങ്ങനെ കുറേ നല്ലൊരു പക്ക ഒരു മൊറോക്കൻ സ്റ്റൈലിലാട്ടോ പില്ലോ കവേഴ്സ് എല്ലാം വന്നേക്കുന്നത്. ഇവിടെ ഒരു സീറ്റിംഗ് ഏരിയ ഉണ്ട്. എനിക്ക് തോന്നുന്നു ഇവിടെ തണുപ്പത്ത് ഭയങ്കര തണുപ്പായിരുന്നിട്ടുണ്ടാവും, അതാണ് അവിടെ ഒരു ഫയർ പ്ലേസ് കൊടുത്തിട്ടുണ്ട്. അത് യൂസ് ചെയ്യണില്ല ഇപ്പോൾ. ഞാൻ പറഞ്ഞ പോലെ ഇത് പണ്ട് കാലത്ത് എന്തോ ഒരു ബിൽഡിങ്ങോ വീടോ അങ്ങനെ എന്തോ ഒരു സെറ്റപ്പാണ്. ഇതാണ് നമ്മളുടെ ബെഡ്റൂം വരുന്നത്. ആൻഡ് നമുക്കിവിടെ ഒരു റെഡി ആവാനുള്ള ഒരു ഏരിയ ഉണ്ട്. പിന്നെ വാഷ്റൂമുണ്ട്. വാഷ്റൂമിൽ അനൂപ്പ് കുളിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. പിന്നെ എനിക്ക് റെഡി ആവാൻ ഒരു കോർണറും ഡെസ്കൊക്കെ ഉണ്ട്. ബെസ്റ്റ് പാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യൂ ആട്ടോ. ആക്ച്വലി നമ്മളുടെ ഹോട്ടൽസ് പോലെ ഒരുപാട് റൂമുകളുള്ള ഒരു സംഭവമല്ല. മാക്സിമം ഒരു 10 കുറവൊക്കെ ഉണ്ടാവുള്ളൂ കേട്ടോ റൂം. ഇപ്പം ഞങ്ങളുടെ ഓപ്പോസിറ്റ് ഉള്ളത് ഒരു സ്യൂട്ട് റൂമാണ്. ഞങ്ങളുടെ റൈറ്റ് ഒരു റൂമുണ്ട്, മുകളിലൊരു റൂമുണ്ട്, താഴെ 2-3 റൂമുണ്ട്. അങ്ങനെ കുറച്ച് റൂമുള്ളൂ. മൊറോക്കോ വന്നാൽ വൺസ് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സംഭവമാണ് ഒരു നൈറ്റ് എങ്കിലും ഒരു റിയാദിൽ സ്റ്റേ ചെയ്യാന്നുള്ളത്.
അപ്പോൾ അങ്ങനെ നമുക്ക് ബർത്ത്ഡേയുടെ ഗെറ്റ് റെഡി സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? അപ്പോൾ ഇതാണ് എൻ്റെ ബർത്ത്ഡേ ലുക്ക്. ഞാൻ 2 വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഒരു ട്രാൻസിഷൻ വീഡിയോയും ഒരു ഗെറ്റ് റെഡി വിത്ത് മീ മേക്കപ്പ് വീഡിയോയും. അപ്പോൾ നമ്മളിതാ എൻ്റെ ബർത്ത്ഡേ ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ട് വേറൊരു റിയാദിൽ വന്നേക്കാണ്. റിയാദ് ബൊട്ടാനിക്ക എന്ന് പറഞ്ഞിട്ട് ഇവിടെ അടിപൊളിയായിട്ടോ. ലൈക്ക് ഡിഫറെൻ്റ് ആണ്. എന്താണ് ഗർഭിണിയാണോ? അനു ഹെയർ കട്ട് ചെയ്ത് നല്ല ഡ്രസ്സ് ഉണ്ടല്ലേ. എനിക്ക് ഹെയർ കട്ട് ചെയ്യാൻ പോകാൻ സമയം കിട്ടിയില്ല. അപ്പം ഞാൻ വിചാരിച്ചു ഇന്നോ നാളെ ആയിട്ടൊക്കെ എപ്പോഴെങ്കിലൊക്കെ ഒന്ന് കട്ട് ചെയ്യാം. പിന്നെ എനിക്കൊരു ചെറിയ ടെൻഷനും വന്നു പെട്ടത്. എനിക്ക് ഈ സ്കോളായാൽ പക്ഷെ അനുവിനെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇവര് നമ്മൾ ടൂറിസ്റ്റാന്ന് കാണുമ്പോൾ കുറച്ച് കാശൊക്കെ കൂട്ടി പറയും. അവസാനം അനു പോയി ഉള്ളതിൽ റീറ്റേൺ അടുത്ത് പോയിട്ട് വെട്ടി. അപ്പം ഇന്ന് എന്താ പറയാൻ വന്നേ, ഓരോ റിയാദും ഡിഫറെൻ്റ് ആട്ടോ. തീമും എല്ലാം വെച്ചിട്ട് എല്ലാത്തിനും നടുമുറ്റുണ്ട്. ഇത് ഞാൻ കാണിച്ചുതരാം. നമ്മളുടെ ഓൾറെഡി സ്റ്റേ ചെയ്യണം നിങ്ങൾ കണ്ടു. ഇനിയിപ്പോൾ ഇത് നമ്മൾ കാണിച്ചുതരാം. സോ നമ്മളിപ്പോൾ ഉള്ളത് ടെറസിലാട്ടോ. മിക്കയിടത്തും ഫുഡ് ടെറസിലാണ്. ഈ റിയാദിൻ്റെ മെയിൻ അട്രാക്ഷൻ ഇവരുടെ കോർട്ട്യാർഡിൻ്റെ സെൻറ്ററിൽ ഒരു വലിയൊരു ഓറഞ്ച് ട്രീ ഉണ്ട്. അതിൽ പൂവിട്ടിട്ട് ഫുള്ള് ആ ഒരു റിയാദ് ആ ഓറഞ്ച് സിട്രസ് പ്ലസ് ഒരു ജാസ്മിൻ കൈൻഡ് ഓഫ് സ്മെല്ലാട്ടോ. അതെങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന് അറിയില്ല, അത്ര അടിപൊളിയാണ്. ഒരു ഫസ്റ്റ് തന്നെ കൊണ്ടുവന്നേക്കുന്നത് ഒരു സാലഡും പിന്നെ ഒരു ഇതെന്താ പറയുന്നത് മൊറോക്കൻ ബ്രെഡും. നമ്മൾ നടക്കുമ്പോൾ മൊറോക്കൻ ബ്രെഡിന് കുറേ ബേക്കറിയൊക്കെ അനുവണ്ടെന്നാട്ടോ പറയുന്നത്. ഇതൊരു രക്ഷയില്ലാട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട്. നമ്മളുടെ മെയിൻ ഡിഷ് വന്നിട്ടുണ്ട് തഹീനി എന്ന് പറഞ്ഞിട്ട് മൊറോക്കോയിലെ മെയിൻ ഫുഡാട്ടോ. ഇത് ലാമ്പാണ്. നെക്സ്റ്റ് വൺ ചിക്കനാണ്. ഇതെല്ലാം നമുക്ക് ട്രൈ ചെയ്ത് നോക്കാമല്ലേ. ഇതാട്ടോ ഞാൻ പറഞ്ഞ ഓറഞ്ച് ട്രീ. ഞങ്ങൾ ആദ്യം വിചാരിച്ച മുല്ലപ്പൂ ഇടയിൽ കൂടെ പടർത്തിക്കണതാണ് ആ വൈറ്റ് ഫ്ലവറിന്, അല്ലാതെ ഓറഞ്ചിൻ്റെ ഫ്ലവറാണ്. അപ്പം ഞങ്ങളിത് ഇതിൻ്റെ താഴെ എത്തിയിട്ടോ. ഇതാണ് ഞങ്ങൾ പറഞ്ഞ ട്രീ. ആ ട്രീയിൽ നിന്ന് ഇങ്ങനെ ഒരു പൂവ് വരുന്നുണ്ട്. നല്ല മണമുണ്ട് കേട്ടോ. ഞാൻ എന്നോട് പറയുന്നത് ഇൻഷാല്ല വീട് വെക്കുമ്പോൾ ഇതുപോലെ ഒരു ഓറഞ്ച് മരം നടുക്ക് വെക്കണം എന്ന്. പിന്നെ അവർ ഓൾറെഡി കിളികളുണ്ട് കേട്ടോ അവിടെ, അതിൻ്റെ ശബ്ദമുണ്ട്. ഞാൻ ഓറഞ്ച് ഇവിടെ ഓൾറെഡി വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് എന്തൊക്കെയൊക്കെ ഓറഞ്ച് ഉണ്ടായിട്ടും ഉണ്ട് കേട്ടോ, പച്ച കളറിലായിട്ട് ഇരിക്കുന്നുണ്ട്. നമ്മൾ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ സ്ഥലം കാണാൻ പോവാണ്. കാരണം ഇവിടെ ചെറിയ ചൂടുണ്ട്. എന്നെ പറ്റിച്ചതാണ്. ഞാൻ ആദ്യം ക്ലൈമറ്റ് നോക്കുമ്പോൾ 32 ഡിഗ്രി ആയിരുന്നു അവിടെ നോക്കുമ്പോൾ. പക്ഷേ ഇവിടെ വന്നപ്പോൾ മാക്സിമം 25 ഉള്ളൂ. രാവിലെയൊക്കെ 12 അപ്പോൾ ചെറിയ തണുപ്പാണ്. അപ്പം ഇപ്പം ഏകദേശം ഉച്ചയാണ്, 3:30 ആയിട്ടുണ്ട്. നമുക്കിനി എന്തായാലും സ്ഥലങ്ങൾ കാണാൻ വേണ്ടി ഇറങ്ങാം. ഈവനിങ് ആയില്ലേ. നല്ല ഫുഡ് കഴിച്ചിട്ടാ. ഇതാട്ടാ നമ്മൾ സ്റ്റേ ചെയ്യണം നമ്മളുടെ റിയാദ്. എന്താ വെൽക്കം ചെയ്യാൻ വന്നേ? വെൽക്കം ചെയ്യാൻ വന്നേണോ? ഇതാണ് നമ്മുടെ എൻട്രൻസ്. എല്ലാം ഇങ്ങനെ തന്നെയാണ്. ചിലപ്പോൾ ഡോർ മാത്രമേ ഉണ്ടാവുള്ളൂ. എടാ ഓ നൈസ്. ഇതാണ് നമ്മൾ സ്റ്റേ ചെയ്ത സ്ഥലം. ഇനി നമുക്ക് മറാക്കേഷിലെ മദീന കാണാം. ജസ്റ്റ് 5 minutes വാക്കിംഗ് ഡിസ്റ്റൻസ് ഉള്ളൂ 2 റിയാദിൽ നിന്നും ഇങ്ങോട്ടേക്ക്. ഞാൻ തപ്പിക്കൊണ്ടിരിക്കുന്നത് ഇവരുടെ നാച്ചുറൽ മൊറോക്കൻ ലിപ്സ്റ്റിക് ആട്ടോ. അങ്ങനെ നോക്കി നടന്ന് എനിക്ക് സാധനം കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് എങ്ങനെയുണ്ട് യൂസ് ചെയ്ത് നോക്കാം. നമ്മൾ ഫൈനലി നോക്കി വന്ന മറാക്കേഷിലെ സാധനം കിട്ടി. മൊറോക്കോ ലിപ്സ്റ്റിക് കേട്ടോ. എത്ര എണ്ണം വേണമെന്ന് അറിയോ? എനിക്ക്, ലുജൂന്, ദീദിക്ക്, നെയ്മക്ക്, അവൾക്ക്, സൽമക്ക് 5 എണ്ണം. കുറച്ച് നടന്നു കഴിഞ്ഞപ്പം ആ ചൂടത്തുനിന്നൊരു ആശ്വാസം കിട്ടാൻ ഞങ്ങളൊരു ഐസ്ക്രീം വാങ്ങിട്ടോ. തിക്കായിട്ട് നടക്കണം. നമ്മൾ കൊച്ചിയിൽ നടക്കണ പോലെ. സത്യം പറഞ്ഞാൽ ഞാനും അവനും ഫുഡ് ചെയ്യല്ല. പക്ഷെ എന്നാൽ പോലും ഞങ്ങൾക്ക് ഇതൊക്കെ കാണുമ്പോൾ ട്രൈ ചെയ്യാതിരിക്കാൻ പോയ. അങ്ങനെ ഞങ്ങൾ 2 ഡിഫറെൻറ്റ് സ്വീറ്റ്സ് ഓർഡർ ചെയ്തു. ഈ വൈറ്റ് കുഴപ്പമില്ല, എനിക്ക് വലിയ അത്ര അടിപൊളിയായിട്ട് ഇഷ്ടമായില്ല. പക്ഷേ ഈ ഗ്രീൻ അത് അടിപൊളിയായിരുന്നു കേട്ടോ. ആൽമണ്ട് മിക്സ് ചെയ്തിട്ടുള്ളൊരു ഫ്ലേവറാണ്. നമ്മളുടെ അടുത്ത് ജസ്റ്റ് ട്രൈ ചെയ്താൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് ഇതൊക്കെ തന്നെ ഉണ്ട് കേട്ടോ. അങ്ങനെ എന്താ എല്ലാം ടെസ്റ്റ് ചെയ്യാനുള്ള സാധനങ്ങളുണ്ട് കേട്ടോ. ഇത് മിക്സ് ആണ്. ഇത് ഇഷ്ടപ്പെട്ടില്ലെന്നുണ്ടെങ്കിൽ മാംഗോ വേറെ തരാം, എല്ലാം വേറെ തരാന്ന് പറയണത്.
ആദ്യമായിട്ട് ഞാൻ അവക്കാഡും ഓറഞ്ചും മിക്സ് ചെയ്തിട്ടുള്ള ജ്യൂസ് കുടിക്കുന്നത്. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് കറങ്ങിയിട്ട് ലേ ജോർദിൻ സീക്രട്സ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്ഥലത്തിൻ്റെ ഫ്രണ്ടിൽ ഭയങ്കരമായിട്ട് ക്യൂ കണ്ടു ടൂറിസ്റ്റിൻ്റെ. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു എന്തായാലും കയറാമെന്ന്. സംഭവം എക്സോട്ടിക് ആയിട്ടുള്ള പ്ലാന്റ്സിൻ്റെ ഒരു ഗാർഡനാണ് ഫസ്റ്റ് തന്നെ ഉള്ളത്. സോ ഇതിൽ നമുക്ക് കാക്ടസ് ഒക്കെ കാണാൻ പറ്റും. സോ ഇത് ആക്ച്വലി ഒരു പണ്ടത്തെ റിയാദാണ്, ഭയങ്കര റിച്ച് ആയിട്ടുള്ള ഒരാൾക്കാരുടെ. അപ്പോൾ നമ്മൾ അതിൽ ഈ ഗാർഡൻ്റെ അവിടെയാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഇത് നമുക്ക് ഫുള്ളി ഇങ്ങനെ കാണാനുണ്ട് കേട്ടോ. അപ്പം നമ്മൾ സ്റ്റാർട്ടിങ് ലൊക്കേഷനിലാണ് ഈ ഗാർഡൻ കണ്ട്. ഇനി ഇതങ്ങ് നടന്നു കഴിയുമ്പോൾ വീണ്ടും കുറച്ച് ഗാർഡൻസ് ഉണ്ട്, അതുപോലെ തന്നെ കുറച്ച് ബിൽഡിങ്സും ഉണ്ട്. അപ്പോൾ പണ്ട് കാലത്ത് യൂസ് ചെയ്തിരുന്ന ബിൽഡിങ്സ് എല്ലാം ഇവരിപ്പോൾ എക്സിബിഷൻ സെൻറ്റർ ആക്കിയിട്ടുണ്ട്. കണ്ണ് കണ്ടിട്ട് പേടിയാവണ്ട, നമ്മൾ ഭയങ്കര ലൈറ്റ് ആയിട്ടുള്ളതാണ് എനിക്ക് കിട്ടിയുള്ളൂ. ടയർഡായി, എൻ്റെ കാല് പൊട്ടിയെന്നുണ്ട്. അപ്പം ഇതാണ് ഇവിടുത്തെ, അത് അവർ ഒരു ആർട്ട് ഗാലറി പോലെ ആക്കിയേക്കാണ്. പിന്നെ ഇവിടെ ഇങ്ങനെ കുറേ ഇരുന്ന് നമുക്ക് റിലാക്സ് ചെയ്യാനായിട്ടുള്ള സ്ഥലങ്ങളുണ്ട്, കിളികളുടെ ശബ്ദം. പിന്നെ ഇവിടെ അതെന്താ അതിൻ്റെ ഉള്ളിലേക്ക് എന്തോ ഉണ്ടല്ലേ, അതാണ് മെയിൻ വീടെന്ന് തോന്നുന്നു. അവിടെ ഒരു കഫേ ഉണ്ട് കേട്ടോ, കണ്ട ആ ഡോറ്. വേണ്ട 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 എനിക്ക് പിടിക്കണ്ട, വേണ്ട വേണ്ട, നീ എനിക്കൊറ്റ തള്ളുള്ളൂ. വേണ്ട വേണ്ട, എന്റെ കൈ വേനടുത്ത് എന്റെ സ്വഭാവം മാറും കേട്ടാ. എന്റെ ബർത്ത്ഡേയും കൂടിയാണ് ഒന്നാമത്. കണ്ട പറഞ്ഞില്ലേ നിന്റെ അടുത്ത് നല്ല വേനയുണ്ട്. വല്ല വിഷമൊക്കെ ആണെങ്കിലോ വേണ്ട പൊന്നാ. കാക്ടസ് ഒക്കെ എക്സോട്ടിക് പ്ലാന്റ്സ് ആണ് ഫുള്ള്. കണ്ടോ ഇതൊക്കെ ഓക്കെ, ഇതൊന്നും എവിടെയെങ്കിലും കണ്ടിട്ടില്ല. ഏതായാലും നമ്മൾ സുവനിയർ എടുക്കും. നമ്മൾ ഇവിടുന്ന് ഇതെടുക്കാല്ലേ പൊന്നാ അനു, ഇതെടുക്കട്ടെ. ഇന്നത്തെ ഇത് വേണം കളറ്, ഇത് 3. എന്നാ പിന്നെ ഇതന്നെ എടുക്കാല്ലേ. ശങ്കരട്ടെ ഇതെടുക്കാം, ഇതെടുത്താ മതിയാ നടക്കത്തെ. കൺഫ്യൂസ്ഡ് ആണ്, പറ ഇതെടുക്കാം. എങ്ങനെയുണ്ട്? അല്ലെങ്കിൽ നമ്മൾ നല്ല ടയർഡായിട്ടോ. അപ്പോൾ ഏകദേശം 6:30-7 മണിയാവാറായിട്ടുണ്ട്. നമുക്ക് 7 മണിക്ക് ഡിന്നർ റിസർവേഷൻ ഉണ്ട്, ബർത്ത്ഡേ ഡിന്നറിന്. സോ ഇത് നമ്മളൊന്ന് തിരിച്ചു റിയാദിലെത്തി. ആൻഡ് കുറച്ച് നേരം ഒന്ന് ഇരുന്നിട്ട് നമ്മൾ വീണ്ടും നമ്മളുടെ ഡിന്നറിന് പോവാണ്. ബർത്ത്ഡേ ഡിന്നർ ഓൾറെഡി ഞാൻ ബുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ നവംബറിൽ 3-4 മാസം മുന്നേ ബുക്ക് ചെയ്തതാണ്, 3 മാസം മുന്നേ ബുക്ക് ചെയ്തതാണ്. അപ്പോൾ ബർത്ത്ഡേയുടെ അന്ന് ഫുള്ള് ലഞ്ചും ഡിന്നറും എല്ലാം ഞാൻ പ്രോപ്പറായിട്ട് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഇനി ഡിന്നറും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ നമ്മൾ കിടന്ന് ഉറങ്ങണം. നല്ല ടയേർഡായിട്ടോ, കാരണം ഇപ്പോൾ 6:45 7 മണിക്ക് നമുക്ക് ഡിന്നർ. ഇവിടുന്ന് ഒരു 8 മിനിറ്റ് ഡ്രൈവ് ഉള്ളൂ. അപ്പോൾ ഊബറൊന്നും കാണുന്നില്ല. അപ്പോൾ ഞാൻ വിഷു ടാക്സി എടുക്കാമെന്ന്. പക്ഷേ ടാക്സി ഇവിടെ ഒരുവിധം എക്സ്പെൻസീവ് ആയിട്ടോ. മേ ബി നമ്മൾ ടൂറിസ്റ്റ് ആയതുകൊണ്ടായിരിക്കാം അവർ നമ്മളുടെ അടുത്ത് എയർപോർട്ടിൽ നിന്ന് ഇങ്ങോട്ടേക്ക് 18 മിനിറ്റ്സ് 18 മിനിറ്റ് ഡ്രൈവിന് 2700 രൂപ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം ഇത് എത്രയാണെന്ന് അറിയില്ല. നമ്മൾ 8 മിനിറ്റ് ഡ്രൈവിന് നമ്മളുടെ ഡിന്നർ ലൊക്കേഷനിലെത്തും. അപ്പോൾ നമ്മളിത് ഡിന്നറിന് വേണ്ടിയിട്ട് ഫോക്ക് മറാക്കേഷിൽ വന്നേക്കാം കേട്ടോ. അപ്പോൾ നമ്മളുടെ ഡിന്നർ ഓൾറെഡി ഓർഡർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ പരിപാടിയൊക്കെ നടക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ അവിടെ അടിപൊളി സീറ്റിംഗ് ഒക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ 2 പേരുള്ളത് കൊണ്ട് നമുക്ക് ആ സീറ്റിംഗ് എടുക്കാൻ പറ്റില്ല. അത് 6-8 പേരുടെയാണ് ഷീഷയൊക്കെ ഉണ്ടായിട്ട്. സോ ഇതാണ് നമ്മളുടെ സ്റ്റാർട്ടർ. മൊറോക്കൻ സ്പെഷ്യലാണെന്നാണ് അവർ പറഞ്ഞത്. പിന്നെ നമ്മൾ കുടിക്കാനായിട്ട് ഡ്രിങ്ക്സും വാങ്ങിയിട്ടുണ്ട്. അപ്പം നമുക്കിതെന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. So finally we are back to our room.
റിയാദിലേക്ക് തിരിച്ചെത്തിയിട്ടുണ്ട്. ആൻഡ് നമ്മൾ ഒരു 7-7:30 ആയപ്പോൾ 7:30 ആയപ്പോൾ ഞങ്ങൾ ഓർഡർ ചെയ്ത കേട്ടോ ഫുഡ്. അപ്പോൾ 4 കോഴ്സ് മീലായിരുന്നു ഞങ്ങളുടേത്. ഫസ്റ്റ് സാലഡ് ഓർ വേറെന്തൊരു ചിക്കൻ്റെ സാധനം. അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു മൊറോക്കൻ സ്പെഷ്യൽ എന്താണെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ആ ചിക്കൻ്റെ സംഭവമാണ്, കാരണം അത് മൊറോക്കൻ സ്പെഷ്യലാണ്. അപ്പോൾ ഞങ്ങൾ അത് ഓർഡർ ചെയ്തു. അപ്പോൾ ഫസ്റ്റ് അത് വന്നു. ദെൻ ബ്രെഡ്, ഇവർ മെയിനായിട്ട് ബ്രെഡ്, എല്ലാത്തിൻ്റെ കൂടെയും ബ്രെഡ് ഉണ്ട്. അപ്പോൾ ബ്രെഡും പിന്നെ ഒരു കുറേ സോസ് പോലത്തെ സാധനങ്ങളും ഡിപ്പ് പോലത്തെ സാധനങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് മെയിൻ കോഴ്സ് വന്നു. പക്ഷേ ആ മെയിൻ കോഴ്സ് എനിക്ക് മനുവിന് പേഴ്സണലി ഇഷ്ടമായത് ഞങ്ങൾ ഉച്ചയ്ക്ക് കഴിച്ച സെയിം മീൽ തന്നെയായിരുന്നു, പക്ഷെ ഇത്തിരി ഡിഫറൻസിൽ. അപ്പോൾ ഞങ്ങൾക്ക് കുറച്ചുകൂടി ഇഷ്ടമായത് ആ ഉച്ചക്കലത്തെ ആയിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ഡെസേർട്ട് വന്നു, പിന്നെ ലാസ്റ്റ് മിൻറ്റ് ടീ ഉണ്ടായിരുന്നു. ഇതെല്ലാം കൂടെ കഴിഞ്ഞ് നമ്മൾ എത്തണത് 10:30-ക്കാണ്. 3 മണിക്കൂർ നമുക്ക് എടുത്തു ആ 4 കോഴ്സ് മീൽ ഇങ്ങനെ ഇരുന്ന് തരാൻ കേട്ടോ. പക്ഷേ അവിടെ ശരിക്കും പറഞ്ഞാൽ 11:30-12 മണിയാകുമ്പോഴേക്കും മറ്റേ എന്ത് വരും, ബെല്ലി ഡാൻസ്, ഡാൻസ്, ഇവരെ മൊറോക്കൻ ഡാൻസും കാര്യങ്ങളൊക്കെ, ബെല്ലി ഡാൻസ് പോലെയൊക്കെ ഇരിക്കും കാണാൻ. പക്ഷേ മിസ് ചെയ്തു. റീസൺ എന്താണെന്ന് വെച്ചാൽ നമുക്ക് നാളെ രാവിലെ നമ്മൾ ഒരു ലോങ് ജേർണി പോവാണ് ഇവിടെ നിന്ന്. അപ്പോൾ രാവിലെ ഞങ്ങൾക്ക് 8 മണി 8:30 ആകുമ്പോഴേക്കും ഇവിടെ നിന്ന് ഇറങ്ങണം. അപ്പോൾ നമുക്ക് അധികം നേരം ലേറ്റ് ആയിട്ട് നിൽക്കാൻ പറ്റില്ല. അതുകൊണ്ട് 2 മണി വരെ ഉണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും അത്രേ ഉള്ളൂ നമ്മളുടെ ഇന്നത്തെ ദിവസം. ബർത്ത്ഡേ അടിപൊളിയായിട്ട് കുറേ ഫുഡ് കഴിച്ചു. ലൈക്ക് ജീവിതത്തിൽ ആദ്യമായിട്ട് ഇത്രയും കൂടുതൽ ഫുഡ് കഴിക്കുന്നത് ഈ ദിവസമായിരിക്കും അല്ലേ? ഞാൻ ഈ പോണോടത്തൊക്കെ എനിക്ക് ഈ സാധനം കഴിക്കണം, എനിക്ക് ആ സാധനം കഴിക്കില്ല, എനിക്ക് ചിക്കൻ ഞാൻ അങ്ങനെ അധികം കഴിക്കില്ല കേട്ടോ. അപ്പൊ ചിക്കനൊക്കെ ഞാൻ ഒരുപാട് കഴിച്ചൊരു ദിവസമാണ് ഇന്ന്. 26th ബർത്ത്ഡേ ആണ് ഇന്ന്. എന്റെ 26 വയസ്സാവാണ്. പൊടാ, നിനക്ക് എത്ര? മറ്റന്നാൾ അനുവിന്റെ ബർത്ത്ഡേ ആട്ടോ. മറ്റന്നാൾ അനുവിന്റെ ബർത്ത്ഡേ ആണ്. അപ്പം നമ്മൾ പ്രത്യേകിച്ച് ഇപ്രാവശ്യം സെലിബ്രേഷൻസ് ഒന്നുമില്ല, ഗിഫ്റ്റ് ഒന്നുമില്ല എന്നാണ് പ്ലാൻ ചെയ്തിരുന്നത്. കാരണം നമ്മൾ അതിന് ആ മണിക്ക് നമ്മൾ ട്രിപ്പ് പോവാന്നാണ് പ്ലാൻ ചെയ്തത്. കാരണം എപ്പോഴും നമ്മൾ ഗിഫ്റ്റാണ് കൊടുക്കണം. ഇപ്പം ഇപ്രാവശ്യം വിചാരിച്ചാൽ സെൽഫായിട്ട് നമ്മൾ എനിക്കൊരു ട്രിപ്പും അനുവിന്റെ ട്രിപ്പും എല്ലാവരും സെൽഫ് ട്രീറ്റ് ആണ്. അപ്പൊ അത്രേ ഉള്ളൂ. നമുക്കിനി കൂടുതൽ വിശേഷങ്ങൾ അടുത്ത ദിവസം കാണാം. അപ്പൊ അതുവരെക്കും ബൈ.